ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മട്ടുകിറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു എപ്പിസോഡ് തന്നെയാണ് കേട്ടോ. പറഞ്ഞാൽ തീരാത്ത അത്രയും വിശേഷങ്ങളുള്ള നല്ല മാസ്സായിട്ട് സീനുകളുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ മനസ്സിലേക്ക് വളരെ ഡെപ്തായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു എപ്പിസോഡ് വരുന്നത് കേട്ടോ. അപ്പോൾ അത്രയും നല്ലൊരു എപ്പിസോഡാണ്. നമ്മളെല്ലാവരും ഒരുപാട് ദിവസങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അനുപമയ്ക്കും രാഘവനും ഒരു തിരിച്ചടി കൊടുക്കണം, അതുപോലെ തന്നെ അർജുനും അഞ്ജലിയും തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ പതുക്കെ മാറി വരണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു സംഭവങ്ങളെല്ലാം ഇന്ന് നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇന്ന് രാഘവൻ പറഞ്ഞിരിക്കുകയാണ് അഞ്ജലിയുടെ കയ്യിൽ ഒരു വള ഇട്ട് കൊടുക്കണം, ഒരു സ്വർണ്ണ വള എന്ന്. ഈ ഒരു ഡയലോഗ് രാഘവൻ പറയുമ്പോഴത്തേക്കും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് അനുപമ. കാര്യങ്ങളെല്ലാം തൻ്റെ കൈവിട്ട് പോയി എന്ന്. പക്ഷേ രാഘവനും അനുപമയ്ക്കും ഇന്ന് നല്ലൊരു തിരിച്ചടിയാണ് നമ്മുടെ അഞ്ജലിക്കുട്ടി കൊടുക്കുന്നത്. ആ പഴയ അഡ്വക്കേറ്റ് അഞ്ജലിയായി ഇന്ന് മാറുകയാണ് കേട്ടോ. അപ്പോൾ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഫുള്ളായിട്ടൊരു എപ്പിസോഡ് ഞാൻ പറയുന്നില്ല. ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള 2 സീനുകളെ പറ്റിയാണ് പറയുന്നത്. ആ ഒരു സീൻ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകും കേട്ടോ. അത്രയും നല്ല സീനുകളാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. ഒട്ടും ബോറടി ഇല്ലാത്തൊരു എപ്പിസോഡ് തന്നെയായിരുന്നു. എന്താണെങ്കിലും കാര്യങ്ങളിലേക്ക് പോകാം. ഇന്ന് തുടക്കത്തിൽ തന്നെ നമ്മൾ ഇന്നലെ കണ്ടതുപോലെ അനുപമയും അഞ്ജലിയും തമ്മിൽ വാക്പോരാണ്. അഞ്ജലിയുടെ നേരെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുകയാണ് അനുപമ. അപ്പോൾ അഞ്ജലി കട്ടക്കലിപ്പി പറയും, എടി നീ അടങ്ങിയിരുന്നോ, നീ എൻ്റെ നേരെ കൈ ഉയർത്തണ്ട, നിൻ്റെ ഈ കൈ ഞാൻ തകർത്ത് കളയും. നിനക്കറിയാലോ, നീ ബ്യൂട്ടി പാർലറിലൊക്കെ കയറി നടക്കുമ്പോൾ ഞാൻ അവിടെ ബ്ലാക്ക് ബെൽറ്റ് എടുക്കുകയായിരുന്നു, അതുകൊണ്ട് നീ എന്നോട് കളിക്കാൻ വേണ്ടി നിൽക്കണ്ട. അഞ്ജലിയുടെ അടുത്ത് തൻ്റെ കളികളൊന്നും നടക്കില്ല എന്ന് അനുപമയ്ക്ക് മനസ്സിലാവും. അപ്പോൾ പൊടിക്കുന്നടങ്ങിയ അനുപമ പറയും, അഞ്ജലി ശരി, നമ്മൾ തമ്മിൽ വഴക്കൊന്നും വേണ്ട. ഞാൻ നിന്നോട് എന്താണ് പറഞ്ഞത്? 2 ദിവസം ടൂർ കഴിഞ്ഞ ശേഷം അബി ഇങ്ങോട്ടേക്ക് വരും. അബി ഇവിടെ വരുമ്പോൾ നീ ഉണ്ടാവരുത്, നീ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു കണ്ണുകടിയായിട്ട്, ഒരു കരടായിട്ട് നീ മാറരുത് അഞ്ജലി. ഇത് കേൾക്കുമ്പോഴത്തേനും അഞ്ജലിക്ക് ദേഷ്യം വരും. അഞ്ജലി പറയും, അതൊരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല. ഞാനെങ്ങനെയാണ് നിൻ്റെ കണ്ണിലെ കരടായി മാറുന്നത്? അത് നിൻ്റെ കാര്യം, അത് നോക്കണം. നീ വേണമെങ്കിൽ നോക്കിക്കണം. നിനക്ക് നിൻ്റെ ജീവിതത്തിൽ വിശ്വാസമില്ല, നിനക്കിവിടെ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ ശംഖചക്രത്തിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് നോക്ക് അനുപമയെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ വീണ്ടും അനുപമയ്ക്ക് കുരുപൊട്ടുകയാണ്. അനുപമ വീണ്ടും അടിക്കാൻ വേണ്ടി അഞ്ജലിയുടെ നേരെ കൈ ഉയർത്തും കേട്ടോ. അപ്പോൾ അഞ്ജലി പറയും, നീ അടങ്ങിയിരിക്കും അവളെ, നീ നിൻ്റെ കാര്യം നോക്ക്. അങ്ങനെ മൊത്തത്തിൽ ആകെ സീനാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ എപ്പിസോഡിൽ കാണുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നല്ല മാസ്സായിട്ട് നമ്മുടെ അഞ്ജലി അനുപമയുടെ മുട്ടി നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് രാഘവനുണ്ണിയും കൂടെ കാറിൽ നിന്ന് അവിടെ വന്നിറങ്ങും. അയാൾ ജോലി കഴിഞ്ഞ ശേഷമാണ് വന്നിറങ്ങുന്നത്. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ അയാൾ വരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും, ഇയാൾക്ക് എന്താ ഇന്ന് എത്ര സന്തോഷമെന്ന്. ഈ ഒരു സമയത്ത് തന്നെ അകത്തുനിന്ന് ഇന്ദുവും നന്ദിനിയും അതുപോലെ നമ്മുടെ ഗോവിന്ദനും വൈഫൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ സംഗമിക്കുകയാണ് ശംഖചക്രം തറവാടിൻ്റെ മുറ്റത്ത് കേട്ടോ. ഇറങ്ങി വന്ന ഉടനെ തന്നെ രാഘവൻ ചോദിക്കുകയാണ്, എന്താണ് ചേച്ചിയും അനിയത്തിക്കുട്ടിയൊക്കെ ഇവിടെ പരിപാടി? അപ്പോൾ ഒന്നുമില്ല അങ്കിളെ എന്ന് അനുപമ പറയും. അപ്പോൾ അല്ല, എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, നിങ്ങളിവിടെ ഇത്ര കാര്യമായിട്ട് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ വന്ന ഉടനെ തന്നെ വളരെ സന്തോഷത്തിൽ രാഘവൻ പിന്നെ പറയുകയാണ്, ഓ നിൻ്റെ അനിയത്തിക്കുട്ടിക്ക് ഇത്രയും നല്ലൊരു കഴിവുള്ള കാര്യം നീ എന്താണ് അനുപമയെ പറയാതിരുന്നേ എന്ന് അനുപമയോട് ചോദ്യം കേട്ടോ. അനുപമ ചോദിക്കുക, എന്താ അങ്കിൾ എന്ത് കാര്യം പറയുന്നത്? ഓ നിൻ്റെ അനിയത്തിക്കുട്ടിയുടെ ഒരു കൈപ്പുണ്യം, അവളാണ് ഇന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഓ ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ഓ ഡിലീഷ്യസ്, സോ ഡിലീഷ്യസ്. ഇത്രയും നല്ലൊരു ഫുഡ് ഞാൻ ഈ അടുത്ത കാലത്ത് കഴിച്ചിട്ടില്ല അനുപമേ. എന്തൊരു ടേസ്റ്റായിരുന്നു. ഇനി നമുക്ക് ഈ വീട്ടിൽ ഒരു വേലക്കാരിയുടെ ആവശ്യമില്ല അനുപമേ. എത്ര നന്നായിട്ടാണ് നിൻ്റെ അനിയത്തിക്കുട്ടി ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയൊരു വേലക്കാരി ഇവിടെ ആവശ്യമില്ല. അഞ്ജലി മതി, നമുക്ക് അഞ്ജലി മതി മോളെ. നിൻ്റെ കയ്യിലേക്ക് ഞാനൊരു സ്വർണ്ണവള അങ്ങ് ഇട്ട് തരാനായിട്ട് പോവുക. അപ്പോൾ അഞ്ജലി ഇതെല്ലാം കേട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അനുപമയ്ക്ക് അങ്ങ് ഷോക്കഡായി പോവും. അത് രാഘവനുണ്ണി അഞ്ജലിയുടെ കയ്യിലേക്ക് വളക്കാപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നു. അത് സ്വർണ്ണത്തിൻ്റെ വള. അനുപമയ്ക്ക് സഹിക്കുമോ? അനുപമയാണെങ്കിൽ അങ്ങ് കിളി പറന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അഞ്ജലി ചിരിക്കും, എനിക്ക് സ്വർണ്ണവള വേണ്ട, എനിക്ക് വാച്ച് മതി. അപ്പോൾ രാഘവൻ ചോദിക്കും, നിനക്ക് എന്താ സ്വർണ്ണവള വേണ്ടേ, വാച്ച് മതിയോ? അതെന്താ, എനിക്ക് മനസ്സിലായില്ല. അതെ അങ്കിളേ, ഈ ഹൗസിംഗ് ബോട്ട് ജംഗ്ഷനിലെ അബ്രാമി ഹോട്ടൽ അറിയത്തില്ലേ, അവിടുത്തെ കുക്കാണ് നാഗരാജൻ പിള്ള.
പുള്ളി പക്ഷേ വളക്കാപ്പൊന്നും ഇടത്തില്ല. പുള്ളിക്ക് വല്ല വാച്ചായിരിക്കും നല്ലത്. അങ്കിളെന്ന് പറഞ്ഞല്ലോ ഉച്ചയ്ക്ക് നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് വേണമെന്ന്. അഭിരാമി ഹോട്ടലിലെ ഫുഡ് ഭയങ്കര സൂപ്പറാണ്. ഞാനും എൻ്റെ വീട്ടുകാരൊക്കെ പുറത്ത് പോകുമ്പോൾ ആ ഫുഡാണ് കഴിക്കാറ്. അതുകൊണ്ട് ഞാൻ അവിടുന്നാണ് പൊതിഞ്ഞ് കെട്ടി അങ്ങോട്ടേക്ക് കൊടുത്തു വിട്ടത്. അഞ്ജലി ഈ ഒരു കാര്യം പറഞ്ഞതോട് കൂടിയിട്ട് രാഘവനുണ്ണി ഉറഞ്ഞു തുള്ളുകയാണ് കേട്ടോ. എടീ നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ തന്നെ അഞ്ജലി പറഞ്ഞു, അങ്കിളെ പൊടിക്കുന്ന അടങ്ങ് അങ്കിളെ. അങ്കിളല്ലേ പറഞ്ഞു നല്ല ചൂടോടുകൂടി ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് വേണമെന്ന്. അതുകൊണ്ട് ഞാനങ്ങ് അറിയാലോ അഭിരാമി ഹോട്ടലിൽ ഫുഡ് നല്ലതാണെന്ന് ഇപ്പോൾ അങ്കിള് പോലും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാനതങ്ങ് പൊതിഞ്ഞ് കെട്ടി കൊടുത്തു വിട്ടു. അവിടേക്ക് മാത്രമല്ല, ഇന്ന് എല്ലാവരും ഇവിടുന്ന് അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചത് എല്ലാവർക്കും എങ്ങനെ ഇഷ്ടമായോ അങ്ങനെ അഞ്ജലി ചോദിക്കും കേട്ടോ. അപ്പം മൊത്തത്തിൽ ആകെ എല്ലാവർക്കും കൂടെ ഭ്രാന്ത് പിടിക്കുകയാണ്. ഗോവിന്ദനുണ്ണിയൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അനുപമ പോലും ചിരിച്ചു പോയി എന്നുള്ളതാണ് ഈ ഒരു സംഭവം കേട്ടിട്ട്. അപ്പത്തിന് ഇന്ദു കലിപ്പടിച്ച് ചോദിക്കും, എടി നീ വീട്ടിൽ വന്ന് കയറി ഉടനെ തുടങ്ങി, നീ ഓവർ സ്മാർട്ട് കളിക്കുകയാണോ? അഞ്ജലി പറയും, ഇന്ദു ആൻറ്റി പിന്നെ എന്താണ് വിചാരിച്ചത്? ഈ ശംഖുചക്രത്തിൽ ഞാൻ വന്ന് കയറി എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് അടങ്ങി ഒതുങ്ങി അവിടെ അടുക്കളപ്പണിയും ചെയ്ത് ഇരിക്കുമെന്നാണോ നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുള്ളത്? അത് വെറും വ്യാമോഹം മാത്രമാണ്. അങ്ങനെ ആരെങ്കിലൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. രാഘവനുണ്ണിയുടെ നേരെ നോക്കിയാണ് കേട്ടോ നമ്മുടെ അഞ്ജലിക്കുട്ടി ഒരു മാസ് ഡയലോഗ് വിടുന്നത്. രാഘവനാണെങ്കിൽ നാക്ക് ഇറങ്ങിപ്പോയതുപോലെ നിൽക്കുക. അഞ്ജലി പറയും, ഞാൻ ഇവിടെ വന്ന് കയറിയെന്ന് പറഞ്ഞിട്ട് അടുക്കള പണിക്കൊന്നും പോയി നിൽക്കുമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. ഞാൻ പഠിച്ച് അഡ്വക്കേറ്റായി മാറിയത് അടുക്കളയിൽ കുശിനിപ്പണി ചെയ്യാനായിട്ടല്ല. ഞാൻ ആ ജോലി തന്നെ ചെയ്യും. അല്ലാതെ ആരും എന്നെ അടുക്കളയിൽ കെട്ടിയിടാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. ഈ അനുപമയേക്കാൾ എഡ്യൂക്കേഷൻ കൊണ്ടും ക്വാളിഫിക്കേഷൻ കൊണ്ടും ഒരുപാട് മുകളിലാണ്. അതെല്ലാവരും ഓർത്താൽ നല്ലത്. ഇങ്ങനെയൊരു ഡയലോഗ് കൂടി അനുപമയോട് അഞ്ജലി പറയുമ്പോഴത്തേനും ആകെ നാണം കിട്ട് നാറിപ്പോവും കേട്ടോ അനുപമ. രാഘവൻ്റെ വായിലാണ് നാക്കുണ്ടോ എന്ന് പോലും സംശയമാണ്. ഇതിന് ശേഷം വേഗം തന്നെ ഗോവിന്ദൻ ഇടപെടും. മോളെ നീ എന്തായാലും കലക്കി മോളെ എന്ന് പറയും. ഇതിന് ശേഷം ഗോവിന്ദൻ്റെ ഭാര്യ പറയും, മോളെ നീ ഇനി ഇവിടെ നിൽക്കേണ്ട, നമുക്ക് പോകും. ഗോവിന്ദനും പറയും, അതെ നീ വേഗം ഇവിടുന്ന് പൊക്കൂ, ഇനിയില്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. കാരണം രാഘവൻ കലിതുള്ളി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അഞ്ജലിയും വിളിച്ചുകൊണ്ട് മാസമായിട്ട് നടന്നു പോകുന്നൊരു സീനാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കാണുന്നത്. അപ്പോൾ ഇതുകൂടാതെ ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടൊരു സീൻ എന്ന് പറയുന്നത്, ഇന്നും പതിവ് പോലെ നമ്മുടെ അർജുൻ അദ്ദേഹത്തിൻ്റെ തലവണ്ണയും വിരിയൊക്കെ ആയിട്ട് പുറത്ത് സോഫയിൽ കിടക്കാൻ പോകും. അപ്പോൾ ഈ ഒരു കാഴ്ച ഗോവിന്ദൻ കാണും. അപ്പോൾ ഗോവിന്ദൻ പറയും, എടാ അർജുൻ നീ എന്താടാ നീ വീണ്ടും അങ്ങനെ ചെയ്യുന്നത്? പല പ്രശ്നങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടാകും, അതെനിക്കറിയാം. നിനക്കറിയത്തില്ല, ഞാനും ഇവളും തമ്മിൽ പോലും വഴക്കുണ്ടാകാറുണ്ട്. പക്ഷെ അത് ഞങ്ങളുടെ ബെഡ്റൂമിൽ തീരും. അതുപോലെ തന്നെയാണ് നിനക്കിപ്പോൾ അഞ്ജലിയായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും എന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ അതെല്ലാം നിനക്ക് പരിഹരിക്കാൻ പറ്റും. അത് പരിഹരിക്കണമെങ്കിൽ നീ ഇങ്ങനെ സോഫയിൽ പോയി കിടന്നിട്ടൊന്നും ഒരു കാര്യമില്ല എൻ്റെ പൊന്നുമോനെ. നീ വേഗം അഞ്ജലിയുടെ റൂമിലേക്ക് പോകാൻ നോക്ക്. അങ്ങനെ നമ്മുടെ അർജുനെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഗോവിന്ദൻ അഞ്ജലിക്കുട്ടിയുടെ റൂമിലേക്ക് അയക്കും കേട്ടോ. അങ്ങനെ അപ്പോൾ അർജുനൊരു പ്രതീക്ഷയൊക്കെ തോന്നും, തന്നോടുള്ള തെറ്റിദ്ധാരണ അഞ്ജലിക്കുട്ടിക്ക് മാറുമെന്നൊക്കെ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മുടെ അർജുൻ തലവെണ്ണയും വീതിയൊക്കെ ആയിട്ട് ഇങ്ങനെ പതുങ്ങി പതുങ്ങി ചെന്ന് റൂമിലേക്ക് ചെല്ലും കേട്ടോ. അപ്പോൾ അഞ്ജലി ഇങ്ങനെ നോക്കുകയാണ്, അർജുൻ ഇങ്ങനെ പതുങ്ങി പതുങ്ങി വരുന്നത് കേട്ടോ. അപ്പോൾ അഞ്ജലിയുടെ മുഖത്ത് ദേഷ്യമൊന്നും ഇല്ലയെന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ വലിയൊരു ആശ്വാസം തോന്നും കേട്ടോ. ഇപ്പോൾ ചെറിയൊരു ചിരിയോട് കൂടിയിട്ടാണ് അഞ്ജലി ഇരിക്കുന്ന അവിടെ കേട്ടോ. അത് നമുക്കൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അഞ്ജലിയും അർജുനും കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞ് തെറ്റിദ്ധാരണകളെല്ലാം മാറുമെന്നാണ് കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ ആരും മിസ് ചെയ്യരുത് കേട്ടോ. നല്ലൊരു എപ്പിസോഡ് തന്നെയാണ് കേട്ടോ. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇത്രയും നല്ലൊരു എപ്പിസോഡ് വരുന്നത്. എല്ലാവരും കാത്തിരുന്ന് കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ. ബൈ ബൈ.